ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ടോ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മഷ്റൂം തിരഞ്ഞിട്ടുള്ള നടത്തം നിർത്തിയിട്ടില്ല കേട്ടോ. ദിവസം ഞാനും ആളും രാവിലെ പോവും. അപ്പോൾ ഇതാ ഇന്ന് വാഴത്തോട്ടത്തിൽ നിന്ന് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഈ ഓരോ കൂന് കിട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ആളും രണ്ട് വഴിക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതാ ഈ കൂൺ കണ്ടോ, അത് മാനാടൻ കൂനാത്രേ. ഇതിങ്ങനെ മേലെ കുറച്ച് വഴുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു തൊലിയുണ്ടല്ലോ, ഇത്തിരി വഴുക്കൽ കൂടുതലാണ്. പെരിക്കാലിക്കൂനിൻ്റെ പോലല്ല. അതുപോലെ ഇന്നലെ കിട്ടിയ കൂന് വേവിച്ചപ്പോൾ നല്ലൊരു എന്താ പറയുക, കുറച്ച് കട്ടി തോന്നി കേട്ടോ, കുറച്ച് നല്ല ഉറപ്പൊക്കെ തോന്നി. ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇന്ന് വേവിച്ചത് നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടെണ്ണം ഇന്നലെ കിട്ടിയതാട്ടോ. ഇന്ന് കിട്ടിയതൊക്കെ നല്ല ഫ്രഷ് കൂനാ. ഇവിടെ വന്നു കേട്ടോ, ഇന്നലെ വന്ന് പറിക്കണി നന്നായിരുന്നു. മക്കളെ നേരെ വെളുത്തപ്പോൾ എന്തൊരു വൈബാ നോക്കാണ്. നല്ല രസമല്ലേ? മാളും മന്ദം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പണിയിട്ടിട്ടുള്ളൂ കേട്ടോ. തലവേനക്കുള്ള ഗുളിയെ കുടിച്ചാണ് കിടന്നിട്ടേ. അപ്പോൾ ഈ മഷ്റൂം കണ്ടോ, ഇത് ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ. ഇങ്ങനത്തെ ഒരുപാടുണ്ട് തൊടിയിൽ കേട്ടോ. ഇതും ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ. ഇത് നല്ല വലിയ കൂന് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ നടത്തം ഞങ്ങൾക്ക് എന്താ പറയുക, വിഫലമായില്ല കേട്ടോ. നടന്ന് ആ റബ്ബർ തോട്ടത്തേക്ക് ചാടി അവിടുന്ന് വലിയൊരു കൂന് കിട്ടി കേട്ടോ. ആള് തള്ളക്കൂനും ബാക്കിയൊക്കെ കുട്ടിക്കൂനും. കുറച്ച് കൂന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കൂന് കിട്ടിയാലും ഒരു രസമാണ്. നല്ല ടേസ്റ്റുള്ള കൂനാണ്. ഇത് അടക്കാക്കൂനല്ലേ ആള്? എന്ത് അപ്പോൾ ഇതാണ് മാനാടൻ കൂൻ കേട്ടോ. ആളൂന് ഇതിൻ്റെ പേരൊക്കെ. അത് അടക്കാക്കൂനല്ല. അപ്പോൾ അടക്കാക്കൂൻ എങ്ങനെ? മാനാടനോ? അപ്പം മക്കളെ ഇതാണ് മാനാടൻ കൂൺ. ഞാൻ നാളെ യൂട്യൂബിൽ കൂന് എന്ന് പറഞ്ഞിട്ട് കൂന് അത് ഉച്ചരിച്ചത് ശരിയായില്ല അത് പറഞ്ഞു. അപ്പോൾ കൂൺ കേട്ടോ. നമ്മളിതൊരു കൂട്ടാൻ വെക്കട്ടെ. വെറുതെ ഉപ്പും മഞ്ഞളും മുളകും മല്ലിപ്പൊടി ഇട്ടുകാണ്ട് വെച്ചിട്ട് തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അല്ലേ? അപ്പം എന്നും ഇപ്പോൾ ദിവസം രാവിലെ ഒരു കൂട്ടാൻ കിട്ടുന്നുണ്ടല്ലേ. ഇന്നലെ പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പം ഇതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ. മാളും ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി, കാൽമത്തെ തോലൊക്കെ ചെത്തി ഇട്ടിട്ടോ. അപ്പോൾ അതുണ്ടാവും, ഭയങ്കര വഴുക്കലുണ്ടാവും അത്ര. ഇത് പറിക്കാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു, കുറേ പൊട്ടിട്ടോ പറിച്ചപ്പോൾ. പിന്നെ ഈ കൂണ് നമ്മൾ ചുടുവെള്ളത്തിലൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അത് കട്ടില്ലാത്ത കൂനാണ്. പെരിക്കാലിക്കൂണാണ്. ചുടുവെള്ളവും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകണ്ട കേട്ടോ. ഇനി നമ്മളിത് മസാലയൊക്കെ തേച്ച് വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കനലിലിട്ടിരുന്ന് വേവിച്ചെടുക്കാൻ പോവുക, ചുട്ടെടുക്കാൻ പോവുക. അപ്പം ഞാൻ വന്നപ്പോഴേക്കും മാളു കനലൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വാഴൻ്റെ ഇലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൽ നിന്ന് ഇങ്ങനെ ആവിക്ക് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല വാഴൻ്റെ ഇലയിലൊക്കെ കുക്ക് ചെയ്തിട്ടുള്ളത്. ആഹാ, ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ടടി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് ചോറിൽ കൂട്ടി കുഴച്ചാണ്ടല്ലോ, അടിപൊളിയാട്ടോ. ഇതാണ് നമ്മുടെ കൂട്ടാൻ കേട്ടോ. ചീരന്തലി രണ്ട് മാളോ നല്ല രസമുണ്ട്. നാളെ കിട്ടി ഞങ്ങൾ മത്തൻ്റെ ഇലയിൽ ചൂടും. മത്തൻ്റെ ഇലയിൽ കുഴച്ച് മത്തൻ്റെ ഇലയിൽ ചൂടും ഞങ്ങൾ ചുട്ടെടുക്കല്ലേ. അപ്പം നാളെ ഞങ്ങൾ മത്തൻ്റെ ഇലയിലാട്ടോ. അപ്പം മഷ്റൂം ഇന്ന് വേവിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലോണം വേവും ചെയ്തു കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചിങ്ങനെ ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ കാലൊക്കെ. ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റുള്ള കൂന കിട്ടിയത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാട്ടെ. ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.